നമസ്കാരം, നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം. കടപ്പുഴ പാലം പുനർനിർമ്മാണം റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ഫ്രാൻസിസ് ജോർജ് MP. പാല 2021 ഉണ്ടായ അതിതീവ്ര മഴയെ തുടർന്ന് തകർന്നു വീണ മൂന്നിലവ് പഞ്ചായത്തിലെ കടപ്പുഴ പാലം പുനർനിർമ്മിക്കുന്നതിന് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ഗവൺമെന്റിന് നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ് ജോർജ് MP, മാണി സി കാപ്പൻ MLA എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PMGSY പദ്ധതി വിഭാഗത്തിലെയും ദേശീയപാത വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം സന്ദർശിച്ചത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ, കേന്ദ്ര ഗോത്രകാര്യ വകുപ്പ് മന്ത്രി ജുവൽ ഓറം എന്നിവർക്ക് ഫ്രാൻസിസ് ജോർജ് MP നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏക പട്ടികജാതി പട്ടികവർഗ പഞ്ചായത്തായ മൂന്നിലവിലെ കടപ്പുഴ പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ലോക്സഭയിലെ ശൂന്യവേളയിൽ ഉന്നയിച്ചപ്പോൾ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പാലം നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. പാലം തകർന്നതോടെ മലഞ്ചെരിവുകൾ നിറഞ്ഞ പഞ്ചായത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും സഞ്ചാരം ദുഷ്കരമായിരിക്കുകയാണ്. ആശുപത്രികൾ, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് പോകാൻ 20 കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ട അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു വരികയാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പാലം തകർന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാനുള്ള യാതൊരു നടപടിയും സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് പാലം പുതുക്കി പണിയാൻ 4 കോടിയും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് 8 കോടിയും രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് MPയും മാണി സി കാപ്പൻ MLAയും പറഞ്ഞു. 2021 ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം തിരിഞ്ഞു പോയതായി പാലം, കടപ്പുഴ പാലം. അതിനുശേഷം പല മന്ത്രിമാരും ഇവിടെ വന്ന് പല വാഗ്ദാനങ്ങളുണ്ട്. ഈ പാലം പണി നടത്തുന്നില്ല. MLA എന്നുള്ള നിലയിൽ MLA ഫണ്ടിൽ നിന്നും ഈ പണം 1.5 കോടി രൂപ ഞാൻ അനുവദിച്ചു. പക്ഷേ 1 കോടി രൂപയ്ക്കുള്ള കുറച്ച് PWDക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് PWD മുഴുവൻ പൈസയും ഗവൺമെൻറ് കെട്ടിവെച്ചെങ്കിൽ ഇത് ചെയ്യാൻ തയ്യാറാകില്ല. അങ്ങനെ ആ ഭാഗവും നടന്നില്ല. അപ്പോഴാണ് ചില്ലച്ചി പാലത്തിന് ഇതിൻ്റെ തൊട്ടപ്പുറത്തിന് മൂന്നിലവ് പഞ്ചായത്തിലുള്ള ചില്ലച്ചി പാലത്തിന് 3.5 കോടി രൂപ അനുവദിച്ചത്. അപ്രോച്ച് റോഡ് കിട്ടത്തില്ല എന്നുള്ളത് ആ പൈസ ഇങ്ങോട്ട് മാറ്റി കൊടുക്കണമെന്നാണ്. ഇത് ചെയ്തില്ല. അവസാനം കോടതി കേസ് കൊടുത്തു. കോടതി പറഞ്ഞ 6-ാം തീയതിക്കുള്ളിൽ ജൂൺ 6-നുള്ളിൽ AS കൊടുത്തിരിക്കണം. ടെക്നിക്കലി കോടതി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് AS കൊടുക്കുക, പിന്നെ പേപ്പർ പെൻഡിങ്. അങ്ങനെ വന്നപ്പോഴാണ് ഫ്രാൻസിസ് ജോർജ് വഴി ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തര ഞാൻ അദ്ദേഹം പ്രൈം മിനിസ്റ്റർക്കും കൺസേൺഡ് മന്ത്രിക്കും കത്ത് കൊടുക്കുകയും അദ്ദേഹവുമായിട്ട് ചർച്ച നടക്കുകയും ചെയ്തു. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം ഇങ്ങനെ ഇത്രയും ദീർഘകാലമായിട്ട് ഇങ്ങോട്ടുള്ള ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കുള്ള ഈ പാലവും റോഡും തകർന്നു കിടക്കുന്നത് അത് പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യം ബഹുമാനപ്പെട്ട MLA ഒക്കെ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് പാർലമെൻറ്റിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ച് അതിനുശേഷം ഞാൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ജുവൽ ഓറാം അദ്ദേഹവുമായിട്ട് നേരിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാം. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കുള്ള ഏക വഴി എന്നുള്ള നിലയിൽ ഈ റോഡും പാലവും പുനർനിർമ്മിക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ഇത് പരിശോധിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമാന്തരമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് കഴിയുമെങ്കിലും നിർമ്മിക്കണം എന്നുള്ള ആവശ്യം ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷായോട് ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്തെ NH വിഭാഗം ഇതിൻ്റെ പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 കൂട്ടർ ഇത് പരിശോധിച്ചതിന് ശേഷം എത്രയും വേഗം അടിയന്തരമായി ഇത് കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് നമ്മൾ ഫോളോ ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ ഫണ്ട് ലഭ്യമാക്കും. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇത്രയും കാലങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിന് അനന്തമായി നീണ്ടുപോകാൻ കഴിയും. ബഹുമാനപ്പെട്ട MLA പ്രത്യേകമായി താല്പര്യപൂർവ്വം ഈ മാനസിക ശാസനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് ഇതിൻ്റെ പ്രപ്പോസൽസ് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പായി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ള നിലയിൽ പരിശോധനയ്ക്കായിട്ടാണ് ടീമിനെ അടക്കമുള്ള ഈ ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ പരിശോധന നടത്തി വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും അതിൻ്റെ റിപ്പോർട്ടും പുറത്തതിന് ശേഷം അനന്തര നടപടികളിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. MGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു വേലായുധൻ, AE ജിറ്റ് ജോസഫ്, ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ KM അരവിന്ദ്, മൂന്നിലവ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക്, ഷാൻഡിമോൾ സാം, ജോഷി ജോഷുവ, ജെയിംസ് മാത്യു, MP കൃഷ്ണൻ നായർ, ജോർജ് പുളുങ്കാട്, തങ്കച്ചൻ മുളങ്കുന്നം, ഷൈൻ പാറയിൽ, റെജി മിറ്റത്താനി, AS സൈമൺ, ഡിജു സെബാസ്റ്റ്യൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.